ബീരാനും റഹ്മാനും ഉല്ലാസയാത്രയ്ക്ക് പോയി കാട്ടിൽ കുടുങ്ങിപ്പോയ ഹാല് അങ്ങനെ രണ്ടാൾക്കും പെട്ട ഗുലുമ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു യമ്മി ലഞ്ച് വീഡിയോ കണ്ടാലോ? വേറെ ഒന്നുമല്ല, നമ്മളെ എവർഗ്രീൻ കോംബോ ഗീ റൈസും ചിക്കൻ സ്റ്റൂ ആണ്. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാനൊരു ബിരിയാണി ഹാക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. നമ്മൾ സ്റ്റൗവൊക്കെ ഓണാക്കി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു കടായി, ആ കടായിലോട്ട് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആഡ് ചെയ്തതിന് ശേഷം സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് ചോപ്പ് ചെയ്ത പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പൊട്ടാറ്റോ. ഓക്കെ, അത് വേവിച്ച് വെച്ചതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ്റെ കൂടെയൊക്കെ ഇടുമ്പോൾ അതത്ര വേവാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയും അത്ര ടേസ്റ്റി ആയിരിക്കില്ല. സ്റ്റൂ ഒക്കെ എന്ന് പറയുമ്പോൾ കുറച്ചൊരു കട്ടിയായിട്ട് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വെച്ച് മാരിനേറ്റ് ചെയ്തതാണ്. കൂടുതൽ മസാലയൊന്നും സ്റ്റൂവിൽ വേണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഇത് ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ തേങ്ങാപ്പാൽ തന്നെ ചിക്കൻ അങ്ങനെ വേവണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് കുരുമുളകും കുറച്ച് ഗരം മസാലയും നമുക്ക് വേണ്ട അത്രയും ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഒരു 10-20 മിനിറ്റ് കൊണ്ട് ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ചിക്കൻ വെന്തതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റൂവിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഫ്ലേവറൊക്കെ കൊടുക്കുന്നൊരു സംഭവമാണല്ലോ കാഷ്യൂ. അങ്ങനെ കാഷ്യൂ അരച്ച് ചേർക്കുന്നുണ്ട്. ആ ഒരു കൺസിസ്റ്റൻസിക്കും പിന്നെ ആ ഒരു ടേസ്റ്റും അതിനൊക്കെ സ്റ്റൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേർക്കേണ്ട ഒന്നാണ് കാഷ്യൂ. അങ്ങനെ ഒന്നാം പാൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ നമ്മൾ അരച്ച് വെച്ച കാഷ്യൂ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിക്കായിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനിയുള്ള സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, വറവിടലാണ്. അല്ല കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കണം ടൈം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് വറവിടുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ടിരിക്കും.
ഇനി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഗീ റൈസ് ഉണ്ടാക്കിയാലോ. അങ്ങനെ നെയ്യൊക്കെ ആഡ് ചെയ്ത് ചൂടായപ്പോൾ നമ്മൾ സ്പൈസസ് ഇട്ടു. സ്പൈസസ് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ സവാള അരിഞ്ഞതിട്ടു കേട്ടോ. സവാള നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തത് ആഡ് ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ ഫ്ലേവർ ആയിട്ടുണ്ടാവും. ഫ്രൈ ചെയ്ത സവാള ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നോർമൽ സവാള തന്നെ ഇട്ടത്. അങ്ങനെ എല്ലാവർക്കും പരിചയമുള്ള ഒരു ഡിഷ് തന്നെയാണല്ലോ ഗീ റൈസ്. അതുകൊണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് പറയണ്ട. എന്നാലും ഒരു ഗ്ലാസ് റൈസിന് 1.5 കപ്പ് അരി വെള്ളം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അരി വേവിച്ചെടുത്തു കേട്ടോ. ഇനിയാണ് നമ്മൾ ആ സീക്രട്ട് ഹാക്ക് വരാൻ പോകുന്നത്. ചിലവർക്കൊക്കെ അറിയായിരിക്കും. നമ്മൾ പൊതുവെ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ നീരും അതുപോലെ കുറച്ച് നെയ്യ് ഫ്ലേവറിനും കുറച്ചുകൂടെ ഭംഗിയിലിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആഡ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് പകരം റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അരി ഒന്ന് തിളച്ചതിന് ശേഷം റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാം. എന്നാൽ പെർഫെക്റ്റ് വേവായിരിക്കും കേട്ടോ. ഒട്ടിപ്പിടിക്കൂല, വേവ് കൂടില്ല. അപ്പം തന്നെ നമുക്ക് വിരുന്നാരൊക്കെ വരുമ്പോൾ ഒന്ന് സെർവ് ചെയ്യാനും നല്ല കോൺഫിഡൻസ് ആയിരിക്കും. അപ്പോൾ ഇനി ഗീ റൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, ഈ ഹാക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.